എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടിസ്ഥാന ഗണിതം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് സംഖ്യകളെക്കുറിച്ചും നെഗറ്റീവ് സംഖ്യകളെക്കുറിച്ചുമാണ്. അവയുടെ പലതരത്തിലുള്ള ഗണിതക്രിയകൾ, കൂട്ടലും കുറയ്ക്കലും ഒക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ഗുണനത്തെക്കുറിച്ച് പഠിക്കണം, ഹരണത്തെക്കുറിച്ചും പഠിക്കണം. ആദ്യം നമുക്ക് ഗുണനത്തെക്കുറിച്ച് പഠിക്കാം. ഗുണനം എന്ന് പറഞ്ഞത് എന്താണ്? വാസ്തവത്തിൽ ഗുണനം എന്ന് പറയുന്നത് കൂട്ടലിൻ്റെ അല്ലെ സങ്കലനത്തിൻ്റെ ഒരു വികസിത രൂപമാണ്. അഡീഷൻ്റെ ഒരു വികസിത രൂപമാണത്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നേരം തക്കാളി വെച്ച് എനിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ 2x3 എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ 3x2 എന്ന് പറഞ്ഞാൽ എന്താ? 2 എന്നുള്ളത് 3 പ്രാവശ്യം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 3x2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 3 2 പ്രാവശ്യം എടുക്കുക എന്നാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 3 2 പ്രാവശ്യം എടുക്കുക എന്നാണ്. അഥവാ 2 3 പ്രാവശ്യം ചേർന്നാൽ എത്രയായി എന്നാണ് അതിൻ്റെ അർത്ഥം. 2 3 പ്രാവശ്യം ചേർന്നാൽ ആ 3 പ്രാവശ്യം 2 3 പ്രാവശ്യം കൂടിയാൽ അല്ല 2 3 പ്രാവശ്യം കൂട്ടിയാൽ എത്ര എന്നാണ് അതിൻ്റെ ചോദ്യം. അത് നമുക്ക് ഡെമോൺസ്ട്രേഷൻ വഴി നമുക്കത് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ 2 തക്കാളി 3 പ്രാവശ്യം ചേർന്നാൽ, ഇപ്പോൾ ഒരു പ്രാവശ്യം ഇതിൽ ചേർന്നപ്പോൾ എത്രയായി? 2 തക്കാളി ഒരു പ്രാവശ്യം ചേർന്നപ്പോൾ 2 തക്കാളിയായി. 2 തക്കാളി ഇപ്പോൾ 2 പ്രാവശ്യം ചേർന്നപ്പോൾ 4 തക്കാളിയായി. 2 തക്കാളി 3 പ്രാവശ്യം. ഇപ്പോൾ നോക്കുക, 2 തക്കാളി ഒരു പ്രാവശ്യം, 2 തക്കാളി 2 പ്രാവശ്യം, 2 തക്കാളി 3 പ്രാവശ്യം കൂടി അല്ലേ? 2 പ്രാവശ്യം തക്കാളി 3 പ്രാവശ്യം കൂടിയപ്പോൾ എത്ര കിട്ടും എന്നാണ് അതിൻ്റെ ചോദ്യം. 2x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2നെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 2 3 പ്രാവശ്യം കൂടിയാൽ അല്ലെങ്കിൽ കൂട്ടിയാൽ ചേർന്നാൽ എത്രയാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തത്വം തന്നെ ഉപയോഗിച്ച് നമുക്ക് പോസിറ്റീവ് സംഖ്യകളുടെയും നെഗറ്റീവ് സംഖ്യകളുടെയും ഗുണനം കണ്ടുപിടിക്കാം. ഇതേ ആശയം തന്നെയാണ് അതിലുമുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പോസിറ്റീവ് ആണ് നോക്കുക. +2 +3 എന്നാണ് ചോദിച്ചെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുക? +2 +3 എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം? അത് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കെട്ടുമ്പോൾ കൂടും അല്ലേ? കെട്ടുമ്പോൾ സാധാരണ കൂടും, അഴിച്ചു കൊണ്ടുപോകുമ്പോൾ കുറയും എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ കൂട്ടുക എന്നുള്ളതിനെ കെട്ടുക എന്നുള്ളതിന് തുല്യവും കുറയ്ക്കുക എന്നുള്ളതിന് അഴിച്ചു കൊണ്ടുപോകുമ്പോൾ കുറയും ചെയ്യുന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. വിശദീകരണം ആവശ്യമില്ല. ഇത് 2 വിരുദ്ധമായ പ്രതിഭാസമാണെന്നും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കൂട്ടുന്നതിനെ അല്ലെങ്കിൽ കൂടുന്നതിനെ കെട്ടുക എന്നും കുറയുന്നതിനെ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോകുന്നതിനെ കുറയ്ക്കുക എന്നുള്ളതിനെ എന്ന് പറയുക അഴിച്ചു കൊണ്ടുപോകുക എന്നും പറയും. അതുകൊണ്ട് ഇവ എതിർ പ്രതിഭാസങ്ങളാണ് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ കാര്യത്തിൽ കെട്ടുന്നതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും അഴിക്കുന്നതിനെ അഴിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണം. അത് കാരണം വിരുദ്ധ പ്രതിഭാസങ്ങൾ അങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ മുൻകൂട്ടി തന്നെ മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ +2നെ +3 കൊണ്ട് ഗുണിക്കുക. അത് +2 എന്നുള്ളത് +3 പ്രാവശ്യം ചേർന്നാൽ അല്ലെങ്കിൽ കൂടിയാൽ അല്ലേ? അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ വാചകം ഒന്നുകൂടി പറയുകയാണെങ്കിൽ +2 +3 പ്രാവശ്യം കൂടിയാൽ എങ്ങനെയാണ് +3 പ്രാവശ്യം കൂടുക? നമ്മൾ പറയാം. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ 2 കുതിരകളെ ഞാൻ പോസിറ്റീവ് കുതിരകളാണ് അല്ലേ?
ഈ രണ്ട് കുതിരകളെ ഞാൻ ഒരു പ്രാവശ്യം വെച്ചാൽ ഒരു പ്രാവശ്യം കൂടിയല്ലോ, ഇവിടെ കൊണ്ട് കെട്ടിയപ്പോൾ എന്തുണ്ടാവുക, ഇത് ഒരു പ്രാവശ്യം കൂടി കെട്ടുകയാണ് അല്ലേ, കെട്ടുകയാണ്. ആ കെട്ടുന്നതിനെയാണ് നമ്മൾ പറയുക പോസിറ്റീവ് പ്രാവശ്യം എന്ന് പറയുക. അഴിക്കുന്നതിനെ നെഗറ്റീവ് എന്നാണ് പറയുക. നെഗറ്റീവ് കെട്ടുന്നതിനെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അഴിക്കുന്നത് നെഗറ്റീവ് എന്ന് ആണ് നമ്മൾ പറയുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പോസിറ്റീവ് രണ്ട് കുതിരകളെ ഞാൻ പോസിറ്റീവ് ഒരു പ്രാവശ്യം കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുക, ഇനി പോസിറ്റീവ് കുതിരകളെ ഞാൻ രണ്ട് കുതിരകളെ ഒരു പ്രാവശ്യം കൂടി കെട്ടി. കാരണം അത് കെട്ടുമ്പോൾ കൂടുക ചെയ്യുന്നത് പോസിറ്റീവ് 3 പ്രാവശ്യം ചേർന്നാൽ, പോസിറ്റീവ് 3 പ്രാവശ്യം ചേർന്നാലിനർത്ഥം പോസിറ്റീവ് 3 പ്രാവശ്യം കെട്ടിയാൽ, കെട്ടുമ്പോൾ പോസിറ്റീവാണ് അല്ലേ, കൂടുക ചെയ്യുന്നത്. അപ്പോൾ കൂടുക എന്ന് പറഞ്ഞാൽ കെട്ടിയാൽ മതി. ആ 3 പ്രാവശ്യം കൂടുക, പോസിറ്റീവ് 3 പ്രാവശ്യമാണ്. അപ്പോൾ നമ്മൾ കെട്ടുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ 3 പ്രാവശ്യം കെട്ടുക, 3 പ്രാവശ്യം കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവ് 3 പ്രാവശ്യം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് 3 പ്രാവശ്യം കെട്ടുക എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? പോസിറ്റീവ് കുതിര, ഇപ്പോൾ വലതുഭാഗത്തുള്ള കുതിരകളെ നമ്മൾ പോസിറ്റീവ് കുതിരകളാണെന്ന് പറയുക. ആ പോസിറ്റീവ് കുതിരകൾ ഞാൻ ഒരു പ്രാവശ്യം കെട്ടി അല്ലേ, ഞാൻ കെട്ടുകയാണ് ചെയ്തത്, അതുകൊണ്ട് പോസിറ്റീവാണ്. പോസിറ്റീവ് 3 പ്രാവശ്യം കെട്ടി എന്ന് വെച്ചാൽ പോസിറ്റീവ് 3 പ്രാവശ്യം കൂട്ടിയെന്നർത്ഥം, അല്ലെങ്കിൽ കൂടിയെന്നർത്ഥം. കെട്ടുമ്പോൾ കൂടുക എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ചെയ്തു. എന്താ ചെയ്തത്? ഞാൻ പോസിറ്റീവ് 2 കുതിരകളെ, അതായത് വലത്തോട്ട് 2 കുതിരകളെ 3 പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു? കെട്ടി. എന്ന് വെച്ചാൽ പോസിറ്റീവ് 3 പ്രാവശ്യം ചേർത്തു എന്നർത്ഥം. മനസ്സിലായി? അപ്പോൾ പോസിറ്റീവ് 2നെ പോസിറ്റീവ് 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 2 എന്നുള്ളത് പോസിറ്റീവ് 3 പ്രാവശ്യം ചേർക്കുക. പോസിറ്റീവ് കെട്ടുമ്പോൾ ചേർക്കുക ചെയ്യുന്നത് വലത്. അപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ തന്നെ പോസിറ്റീവ് എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് 3 പ്രാവശ്യം ചേരുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 3 പ്രാവശ്യം കെട്ടിയാൽ മതി. അപ്പോൾ പോസിറ്റീവ് കുതിരകളെ പോസിറ്റീവ് 3 പ്രാവശ്യം കെട്ടിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ എന്താ ഉണ്ടായത്? അപ്പോൾ ഇതിൻ്റെ ഗുണനം ഇവിടെ കാണാം അല്ലേ, നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം, നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്തുണ്ടായത്? ആകെ എത്ര കുതിരയായി? പോസിറ്റീവ് 6 കുതിര. അപ്പോൾ പോസിറ്റീവ് 2നെ പോസിറ്റീവ് 3 കൊണ്ട് ഗുണിച്ചാൽ പോസിറ്റീവ് 6. അത് സാധാരണ നമ്മൾ ഗുണിക്കുന്ന പോലെ തന്നെ ആണ് ഉത്തരം വന്നത് അല്ലേ. ഇനി നമുക്ക് നെഗറ്റീവ് കുതിരകളെയാണ് എന്ന് പറയുക. നെഗറ്റീവ് കുതിരകളാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം വരും? ഇത് മനസ്സിലായാൽ ഇത് മറ്റേത് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനാവും. എന്താണ് നെഗറ്റീവ്? അപ്പോൾ നെഗറ്റീവ് 2 കുതിരകളെ പോസിറ്റീവ് 3 പ്രാവശ്യം ചേർന്നാൽ എന്നാണ് ചോദ്യം. എത്രയാവും? ഇങ്ങനെയാണെങ്കിൽ നേരത്തെ ഉത്തരം എന്തായിരുന്നു? നെഗറ്റീവ് 2 കുതിരകളെ പോസിറ്റീവ് 3 പ്രാവശ്യം കൂട്ടിയാലെന്നായിരുന്നു. അതായത് നേരത്തെ ചോദ്യം പോസിറ്റീവ് 3 ഇൻറ്റു പോസിറ്റീവ് 2 എന്നായിരുന്നു. അതിൻ്റെ ഉത്തരം പോസിറ്റീവ് 6 എന്ന് കിട്ടി. ഇപ്പോഴത്തെ ചോദ്യം നെഗറ്റീവ് 2 കുതിരകളെ പോസിറ്റീവ് 3 പ്രാവശ്യം എടുത്താൽ എത്രയാകും? അപ്പോൾ നെഗറ്റീവ് 2 കുതിരകളെന്ന് വെച്ചാൽ ഏത് വശത്ത് വരുന്നതാണ്? ഇടതുവശത്ത് വരുന്നത് അല്ലേ. ഇടതുവശത്ത് നമ്മൾ നെഗറ്റീവ് 2 കുതിരകൾ എത്ര പ്രാവശ്യം ചേർന്നാൽ? പോസിറ്റീവ് 3 പ്രാവശ്യം. പോസിറ്റീവ് 3 പ്രാവശ്യം കെട്ടുമ്പോൾ കുതിരകളെ കെട്ടുന്നതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുക. അപ്പോൾ 3 പ്രാവശ്യം കെട്ടിയാൽ എന്നർത്ഥം. ഇതിൻ്റെ അർത്ഥം എന്താ? നെഗറ്റീവ് കുതിരകളെ ഇടത്തോട്ടുള്ള 2 കുതിര, ഇത് നെഗറ്റീവ് 2 കുതിരയായി. ഇതിങ്ങനത്തെ കുതിരകളെ 3 പ്രാവശ്യം ചേർത്താൽ എന്നർത്ഥം. പോസിറ്റീവ് 3 കൊണ്ട് വിളിച്ചാൽ എന്താ അർത്ഥം? 3 പ്രാവശ്യം കെട്ടിയാൽ, ചേർത്താൽ എന്ന് വെച്ചാൽ കെട്ടുക. 3 പ്രാവശ്യം ചേർത്താൽ എത്ര? നമ്മൾ ചേർത്ത് നോക്കിയേ, എത്രയായി? 3 പ്രാവശ്യം ചേർത്ത് നോക്കിയേ. അപ്പോൾ എത്രയാണ് വരുന്നത്? നെഗറ്റീവ് കുതിരകളെ പോസിറ്റീവ് 3 പ്രാവശ്യം ചേർത്ത് നമ്മൾ കെട്ടി. അപ്പോൾ ഉത്തരം വരുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇടതുഭാഗത്ത് തന്നെയാണ് കുതിരകൾ അല്ലേ. 6 കുതിരകൾ വന്നു. 6ഉം എവിടെയാണ്? ഇടതുഭാഗത്താണ്. ഇടതുഭാഗത്ത് കുതിരകൾ എന്തെന്ന് വിളിക്കുന്നത് നമ്മൾ നെഗറ്റീവ് കുതിരകൾ. അപ്പോൾ നെഗറ്റീവ് 2 കുതിരകളെ
പോസിറ്റീവ് 3 പ്രാവശ്യം ചേർന്നപ്പോൾ എത്രയായി? -6 അല്ലേ? നിങ്ങൾക്കത് ലൈവായിട്ട് കാണാം. നെഗറ്റീവ് കുതിരകളെ 3 പ്രാവശ്യം ചേരുമ്പോൾ എത്രയാണെന്ന് കാണാം നിങ്ങൾക്ക്? -6 എന്ന്. അപ്പോൾ ഒരു നെഗറ്റീവ് കുതിരകളെ നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഗുണിച്ചപ്പോൾ നെഗറ്റീവ്, എന്നാൽ പോസിറ്റീവിനെ പോസിറ്റീവ് ഗുണിച്ചപ്പോൾ പോസിറ്റീവ്. ഇനി നമുക്ക് മറ്റൊന്ന് പഠിക്കാം. അതായത് നെഗറ്റീവ് കുതിരകളെ ഗുണിച്ചാൽ എത്രയാവുമെന്നും പഠിക്കണം. ഇനി നമുക്ക് നെഗറ്റീവ് പ്രാവശ്യം എടുക്കുമ്പോൾ എത്രയാവുമെന്ന് കണ്ടുപിടിക്കണം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ കുതിരകളെ വെച്ചത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കുറച്ച് കുതിരകൾ ഉണ്ട് എന്ന് കരുതാം. ഇവിടെ കുറച്ച് കുതിരകൾ 6 കുതിരകൾ ഇപ്പുറത്തുണ്ട്, 6 കുതിരകൾ ഇപ്പുറത്തുണ്ട് എന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾക്ക് എന്ത് കാണാം? ഇവിടെ 6 കുതിരകൾ ഈ കാർട്ടിനെ വലിക്കുന്നു. 6 കുതിരകൾ നിങ്ങൾക്ക് കാണാം ഇല്ലേ? അത് വലതുവശത്താണ്. അത് പോസിറ്റീവായിട്ടുള്ള 6 കുതിരകൾ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ഇടതുവശത്തും 6 കുതിരകളെ കെട്ടുന്നു. ഇടതുവശത്തും 6 കുതിരകളെ കെട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കുക. 6 കുതിരകളെ എവിടെ കെട്ടുന്നു? 6 കുതിരകൾ ഇപ്പോൾ 2 വശത്തുണ്ട്. ഇപ്പോൾ ഈ കാർട്ടുമ്മേ എന്തെങ്കിലും ബലം അനുഭവപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും കുതിരശക്തി അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയാം കുതിരശക്തി. കാരണം പരസ്പരം ക്യാൻസൽ ചെയ്യൊന്നുമില്ല, ഇത് പൂജ്യമാണ് അല്ലേ? ഇപ്പോൾ അവിടുത്തെ പൂജ്യമാണ് എന്ന് പറയാം. ആ പൂജ്യത്തിൻ്റെ എക്സ്പ്രഷൻ നേരത്തെ തന്നിട്ടുള്ളതാണ് അല്ലേ? തുല്യമാവുന്ന അവസ്ഥയിൽ പൂജ്യമാണ്. ഇപ്പോൾ വണ്ടിയിൽ ഒന്നുമില്ല. ഇനി നമ്മൾ പോസിറ്റീവ് 2 കുതിരകളെ നെഗറ്റീവ് 3 പ്രാവശ്യം എടുത്താൽ എത്രയാവുന്നതാണ്? പോസിറ്റീവ് 3 നെഗറ്റീവ് 3 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുന്നതിനെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എടുക്കുന്നതിന് കുതിരകളെ അഴിച്ചു മാറ്റുന്നതിനെ എന്തെന്ന് പറയും? നെഗറ്റീവ് എന്ന് പറയും. അത് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ല? എതിർ പരിഭാഷ. കെട്ടുന്നതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എടുക്കുന്നതിന് നെഗറ്റീവ് എന്ന് പറയണം. അങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ നിയമം. അതനുസരിച്ച് പോസിറ്റീവ് 2നെ -2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് എന്താർത്ഥം? അല്ല, -3 കൊണ്ട് പോസിറ്റീവ് 2നെ -3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതായത് പോസിറ്റീവ് 2 കുതിരകളെ 3 പ്രാവശ്യം അഴിച്ചു കൊണ്ടുപോകുക. എന്താർത്ഥം? പോസിറ്റീവ് 2 കുതിരകളെ -3 കൊണ്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ 3 പ്രാവശ്യം കെട്ടുന്നതിന് പകരം കെട്ടുമ്പോൾ പോസിറ്റീവാണ്, അതുകൊണ്ട് അഴിക്കുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ 3 പ്രാവശ്യം അഴിച്ചു കൊണ്ടുപോവുക. നിങ്ങൾ നോക്കിയാൽ ഈ 2 ഇതിൽ ഞാൻ 1 വട്ടം 2 കുതിരകളെ 1 വട്ടം അഴിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ 2 കുതിരകളെ 2 വട്ടം അഴിച്ചു കൊണ്ടുപോയി. പിന്നെ 2 കുതിരകളെ 3 വട്ടം അഴിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. പോസിറ്റീവ് 2 കുതിരകൾ ശക്തി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് പോസിറ്റീവ് 2 കുതിരകളെ -3 പ്രാവശ്യം അഴിച്ചു കൊണ്ടുപോയപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒന്നുമില്ലാതിരുന്ന സ്ഥലത്ത് എത്ര കുതിരശക്തി വന്നു എന്ന് കാണാം. എത്ര കുതിരശക്തി വന്നു? ഇപ്പോൾ ഉള്ളത് 6 കുതിരശക്തി. ഈ കാർട്ടിൽ 6 കുതിരശക്തി വന്നു. എങ്ങോട്ട്? ഇടത്തോട്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉത്തരം -6. അപ്പോൾ ഒരു കുതിരശക്തിയും ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് പോസിറ്റീവ് കുതിരകളെ -3 പ്രാവശ്യം കൊണ്ടുപോയി അല്ലേ? പോസിറ്റീവ് കുതിര ഉണ്ടായിരുന്നു, അത് -3 പ്രാവശ്യം മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, -3 പ്രാവശ്യം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം അതിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി. അഴിച്ചു കൊണ്ടുപോകാമെന്ന് അർത്ഥം. അപ്പോൾ പോസിറ്റീവ് കുതിരകൾ -3 പ്രാവശ്യം അഴിച്ചു കൊണ്ടുപോകുമ്പോൾ എത്രയോ എന്നത് -6 അല്ലേ? അപ്പോൾ പോസിറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഗുണിക്കുമ്പോഴും നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് ഗുണിക്കുന്ന ഉത്തരം നെഗറ്റീവാണെന്ന് മനസ്സിലായി അല്ലേ? ഇതൊരു നിങ്ങൾക്ക് ദൃശ്യമായി കണ്ടു കഴിഞ്ഞതാണ്. നിങ്ങൾ ഫോഴ്സ് ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് പോസിറ്റീവ് 2 കുതിരകളെ -3 പ്രാവശ്യം എടുത്തപ്പോൾ എന്ത് വന്നു? അത്
ഉത്തരം നമുക്ക് കണ്ട് നിങ്ങൾ ദൃശ്യമായത് 2, 4, 6 ഇടത്തോട്ട് 4, 6 കുതിരശക്തി കാണുന്നു. എന്ന് വെച്ചാൽ ഫലം 6 കുതിരശക്തി. ഇപ്പോൾ ഈ കാർട്ട് 6 കുതിരശക്തിയിൽ ഇടത്തോട്ട് നീങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി? പോസിറ്റീവിൻ്റെ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി പഠിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എന്ന് പഠിച്ചു. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആണെന്നും പഠിച്ചു. ഇനി ഒന്നും കൂടിയേ പഠിക്കാനുള്ളൂ. നെഗറ്റീവും എത്രയാണ്? അതാണ് ഇന്ന് അത് വളരെ ഒരു വലിയ സമസ്യയാണ് പലർക്കും. പോസിറ്റീവും പോസിറ്റീവാണ്, പക്ഷേ നെഗറ്റീവും എത്രയാണ് നമുക്ക് നോക്കാം, സ്വയം കണ്ടെത്താം നമുക്ക്. അതല്ല ഒരു രസം. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് അന്ധമായി വിശ്വസിക്കുന്നല്ല എന്താ അല്ലേ? നമ്മളൊരു അന്ധവിശ്വാസമായി എന്നല്ല എന്താ? നമ്മൾ സ്വയം കണ്ടെത്തുന്നത് അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രം തന്നെ പറയുന്നത്. നമ്മൾ ആര് പറഞ്ഞതും അതേപടി വിശ്വസിക്കരുത്. സ്വന്തം യുക്തി കൊണ്ട് അതിനെ വിവേചിച്ചറിഞ്ഞ് നമ്മളത് സ്വീകരിക്കുകയോ തള്ളിക്കളയോ ചെയ്യണമെന്നാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്രം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്ന് ഉറപ്പാക്കുക. നെഗറ്റീവും പോസിറ്റീവ് ഒന്നും വേണ്ടേ? അല്ലെങ്കിൽ നമ്മൾ അന്നൊരു അന്ധവിശ്വാസം പാടില്ലല്ലോ. നമുക്ക് നോക്കാം. ഇവിടെ മാറ്റി എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നെഗറ്റീവും എത്രയാണ്? അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഇപ്പോൾ 6 കുതിരകൾ ഈ കാർട്ടിനെ വലത്തോട്ട് വലിക്കുന്നുണ്ട്, 6 കുതിരകൾ ഈ കാർട്ടിൻ്റെ ഇടത്തോട്ട് വലിക്കുന്നത്. എന്ന് വെച്ചാൽ പോസിറ്റീവും 6 ഉണ്ട്, നെഗറ്റീവ് 6 ഉണ്ട്. എന്നാൽ ഇത് ഈ കാർട്ടിൽ അനുപ്പെടുന്ന ഫലം ഒന്നുമില്ല എന്നർത്ഥം. ആ പൂജ്യത്തിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുല്യമായാൽ പൂജ്യമായി. ആ പൂജ്യം എന്നുള്ളത് എങ്ങനെ കാണിക്കാം? വലത്തോട്ടും ഇടത്തോട്ടും ഉള്ള കുതിരശക്തി തുല്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂജ്യമാണ്. അപ്പോൾ ഇവിടുത്തെ കാർട്ടിൽ ഒന്നുമില്ല. ഇനി നമ്മളോട് പറയുന്നത് നെഗറ്റീവ് കുതിരകളെ, എന്താർത്ഥം? നെഗറ്റീവ് കുതിരകളെ, അത് ഇടത്തോട്ടുള്ള കുതിരകളെ -3 പ്രാവശ്യം എടുത്താൽ എത്ര കിട്ടും അല്ലേ? എടുത്തുകൊണ്ട് പോകുന്നതിന് എന്താ പറയുക? നെഗറ്റീവ്. അപ്പോൾ 3 പ്രാവശ്യം എടുക്കണമെന്ന് പറയാം, -3 അപ്പോൾ നെഗറ്റീവ് കുതിരകളാണ് ഇടത്തുഭാഗത്തുള്ള കുതിരകൾ. ഇതിൻ്റെ അർത്ഥം ഇടത്തുഭാഗത്തുള്ള കുതിരകളെ എന്ത് കൊണ്ടുപോവുക? -3 പ്രാവശ്യം എടുക്കുക എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം അഴിച്ചു കൊണ്ടുപോവുക. അപ്പോൾ 3 പ്രാവശ്യം അഴിച്ചുകൊണ്ട് ഉത്തരം കിട്ടണം അല്ലേ? ഇടതുഭാഗത്തുള്ള 2 കുതിരകളെ 3 പ്രാവശ്യം അഴിച്ചുകൊണ്ട് ഇതിന് ഉത്തരം കിട്ടണം. നമുക്ക് അഴിച്ചു കൊണ്ടുപോകാം. നോക്കൂ, ആദ്യത്തെ 2 എണ്ണത്തിനെ ഞാൻ അഴിച്ചു കൊണ്ടുപോയി തീറ്റാൻ കൊണ്ടുപോയി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ 2 എണ്ണത്തിനെ അഴിച്ച് തീറ്റാൻ കൊണ്ടുപോയി. പിന്നെ 3 എണ്ണത്തിനെ നമ്മൾ അഴിച്ച് തീറ്റാൻ കൊണ്ടുപോയി. ഇപ്പോൾ എത്ര എണ്ണത്തിനെ അഴിച്ച് തീറ്റാൻ കൊണ്ടുപോയി? 6 എണ്ണത്തിനെ അഴിച്ചു കൊണ്ടുപോയി ഇല്ലേ? ഒന്നും ഇതില്ലാത്ത സ്ഥലത്ത് നിന്ന് -2 കുതിരകളെ 3 പ്രാവശ്യം അഴിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ ഈ കാട്ടിൽ എന്തെങ്കിലും ബലം വന്നോ? ഇവിടെ ഒരു ശക്തിയും, ഇവിടെ ഒരു ബലം, ഇടതുവശത്ത് ഒരു ബലവുമില്ല. വലതുവശത്താണെങ്കിലോ 6 കുതിരശക്തി ഉണ്ട് അല്ലേ? എത്രയാണ്? 6 കുതിര വലത്തോട്ട് വന്നു. ഒന്നുമില്ലാതെ സ്ഥലത്ത് നിന്ന് -2 കുതിരകളെ -3 പ്രാവശ്യം എടുത്തപ്പോൾ, അത് അയച്ചു കൊണ്ടുപോയപ്പോൾ ഈ കാട്ടിൽ സ്വയം എത്ര ഫലം വന്നു? +6. എത്രയാണ് വന്നത്? +6 അല്ലേ? ഓക്കെ, +6 വന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവാണ്. ഉറപ്പായില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? നിങ്ങൾ നെഗറ്റീവ് കുതിരകളെ നെഗറ്റീവ് പ്രാവശ്യം എടുത്തു എന്ന് കണ്ടതല്ലേ? അപ്പോൾ ഉത്തരം എത്ര വരുന്നു? പോസിറ്റീവ് അല്ലേ? അപ്പോൾ തെളിഞ്ഞില്ലേ? നിങ്ങൾക്ക് സ്വയം ബോധ്യമായില്ലേ? അപ്പോൾ നമ്മൾ ഗുണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? പോസിറ്റീവാണെന്നും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഗുണിക്കുമ്പോൾ നെഗറ്റീവാണെന്നും നെഗറ്റീവ് ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവാണെന്നും മനസ്സിലായി അല്ലേ? അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് അല്ലേ? തർക്കമില്ലാത്ത വിധം അത് തെളിഞ്ഞിരിക്കുന്നു. അതായത് ഇനി ഹരണത്തെക്കുറിച്ച് ഇതേ തന്നെയാണ് പറയാനുള്ളത്. അല്പം പഠിച്ചാൽ ഹരണവും തീരുന്നതാണ്. എന്തായാലും ക്ലാസ്സിൻ്റെ ദൈർഘ്യം കൂടിയതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ക്ലാസ് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഹരണത്തെക്കുറിച്ച് പഠിക്കും. അതോടുകൂടി നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളുടെ പഠനം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം, ബൈ.